പാമ്പ്ളാനി പിതാവ് ചതിച്ചു. ചില മെത്രാന്മാരുടെ അഭിപ്രായമാണിത്. ഒരു പട്ടി മാത്രം കുരച്ചോണ്ടിരിക്കുന്നു. എന്തു കാര്യം? ഇത് എന്നെക്കുറിച്ച് ചിലർ ചോദിച്ചതും പറഞ്ഞതുമാണ്. എന്നോട് പലരും ഉന്നയിച്ച ചോദ്യങ്ങൾ, അതിൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നൽകുന്നത്. പലരുടെയും ചോദ്യം ഞാൻ ഒന്നിച്ചിട്ടിരിക്കുകയാണ്. പല ചോദ്യങ്ങളുടെയും അതായത് ഒരേ സമാന സ്വഭാവമുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ചിട്ടിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മാണിപ്പറമ്പിലച്ചോ ഇപ്പം എന്തായി? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിഷേധങ്ങളെല്ലാം ഒതുങ്ങി. അതെല്ലാം പാമ്പ്ളാനി പിതാവ് ഒതുക്കി. അതിന് അദ്ദേഹത്തിന് കഴിവുണ്ട്, സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. സഭാവിശ്വാസികൾ എന്ന് പറയുന്നവരെല്ലാം നിസ്സംഗരോ നിശബ്ദരോ ആയി. അച്ഛൻ മാത്രം ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ? അച്ഛനും ഇത് അങ്ങ് നിർത്തിക്കോടെ? സമാധാനം ഉണ്ടാകുന്നത് അച്ഛന് സഹിക്കുന്നില്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ മറുപടി പറയാം. ഒന്ന്, സഭാവിശ്വാസികളെല്ലാം നിശബ്ദരായെന്ന വാദത്തോട് എനിക്കത്ര യോജിപ്പില്ല. തക്ക സമയത്ത് കർത്താവ് തനിക്ക് വേണ്ടി ഉള്ളവരെ, തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഉയർത്തും. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഇങ്ങനെ നിസ്സംഗരായി നിശബ്ദരായി ആരുമൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാകാം. ഈ ജനങ്ങൾ നിശബ്ദരാകുമ്പോൾ ഇല്ലേ, നിങ്ങൾ കർത്താവിൻ്റെ എതിരാളികൾ ദേവാലയത്തിൽ വെച്ച് ചോദിച്ചു, ഈ കുട്ടികളൊക്കെ നിനക്ക് വേണ്ടി ആർത്തു വിളിക്കുന്ന നീ കാണുന്നില്ലേ? നീ അവരെ നിശബ്ദരാക്കാത്ത എന്താ? പള്ളിയകത്ത് കർത്താവ് പറഞ്ഞു, അവർ നിശബ്ദരായാൽ കല്ലുകൾ എനിക്ക് വേണ്ടി ആർത്ത് വിളിക്കും. ഈ കുട്ടികൾ എനിക്ക് വേണ്ടി ആർത്ത് വിളിക്കുന്നത് അവരെ നിശബ്ദരാക്കിയാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. അപ്പം അതുകൊണ്ട് എല്ലാം നിശബ്ദരായി നിസ്സംഗരായി ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കർത്താവിന് വേണ്ടി കല്ലുകൾ ആർത്ത് വിളിക്കാനെങ്കിലും ഉണ്ടാകും. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. രണ്ട്, സമാധാനം ഉണ്ടാകുന്നത് അച്ഛന് സഹിക്കുന്നില്ലേ? ഇതാണ് രണ്ടാമത്തെ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. സ്വസ്ഥത, എങ്ങനെയെങ്കിലും സ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നത് ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്നത്, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സമാധാനം? സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നത് ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കുക, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സമാധാനം? അങ്ങനെയാണെങ്കിൽ ആ സമാധാനത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതല്ല സമാധാനം. സമാധാനം ഉണ്ടാകാൻ വേണ്ടിയായിരുന്നെങ്കിൽ മാർട്ടിൻ ലൂതർ പറഞ്ഞ സംഗതിയോട് മാർപ്പാപ്പ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ ഇങ്ങനെ സഭ നെടുകെ പിളരുമായിരുന്നോ? പ്രോട്ടസ്റ്റന്റ് സഭ, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ് ഈ മാർട്ടിൻ ലൂതർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് അംഗീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ സഭ പിളരില്ലായിരുന്നല്ലോ, സമാധാനം ഉണ്ടാകുമായിരുന്നില്ലേ? അപ്പോൾ എല്ലാ തിന്മകളും, എല്ലാ അബദ്ധ സിദ്ധാന്തങ്ങളും, എല്ലാ പാഷാണ്ഡതകളും ശീഷ്മകളും അംഗീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാനം, അത് സമാധാനമല്ല. നീതിയെ നിഷേധിച്ചുകൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ സ്നേഹം എന്തെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താണ് സ്നേഹം? സ്നേഹത്തിന്റെ 4 നീർച്ചാലുകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ, 4 സ്ട്രീംസ് ഓഫ് ലവ്. സ്നേഹം എന്താണെന്ന് ഞാൻ അവിടെ നിർവചിച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറഞ്ഞത് വിശ്വസിക്കണ്ട. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം, സ്നേഹം അനീതി സഹിക്കുന്നില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പൗലോസ് ലീഗ. സ്നേഹം അനീതിയെ സഹിക്കില്ല. ഇവിടെ അനീതിയാണ്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പിയെ അനുസരിക്കുന്നവരാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുകയും മാർപ്പാപ്പിയെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് മാർപ്പാപ്പിയെ അനുസരിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തവര്, അവർ ശരിയാണെന്ന് പ്രഖ്യാപിച്ച് ഒരു സമവായമോ സമാധാനമോ ഉണ്ടാക്കുന്നത് ഈ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതിയാണ്. അത് പാമ്പ്ളാനി പിതാവല്ല, തട്ടിൽ പിതാവല്ല, മറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പിന്നെ 3-ാമത്തെ ചോദ്യമാണ്, അച്ഛൻ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പട്ടി മാത്രം കുരച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പട്ടികളൊക്കെ മിണ്ടാട്ടം മുട്ടി, അവരൊക്കെ കുരക്കൽ നിർത്തി. ഈ മാണിപ്പറമ്പിലച്ഛൻ മാത്രം ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ? ഇപ്പോഴല്ല,
പണ്ട് മുതലേ ഞാൻ ഒരു തനി വട്ടനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പലരും കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സ് കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ അപ്പം കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ ചിലർ എന്നെ പേപ്പട്ടി എന്നാണ് വിളിക്കുന്നത്. ഞാനത് കുറച്ച് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഭ്രാന്ത്, ഞാൻ കുരയ്ക്കുന്ന കൊര, അത് നിങ്ങളൊക്കെ അസഹ്യപ്പെടുത്തുന്നു എന്നുള്ളത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഈ നിങ്ങൾ പേപ്പട്ടി എന്ന് വിളിച്ചാലും ഞാൻ സ്വയം വിശേഷിപ്പിച്ചത് കാവൽപ്പട്ടിയാണെന്നാണ്. അത് പട്ടി തന്നെയാണ്, കാവൽപ്പട്ടിയാണ്. ഈ കാവൽപ്പട്ടി എന്താ ചെയ്യുക? കൊരയ്ക്കും. സഭയെ നശിപ്പിക്കാൻ കള്ളന്മാരും കവർച്ചക്കാരും വന്നാൽ ഓടിച്ചിട്ട് കടിച്ചു കീറും. അത് കാവൽപ്പട്ടിയുടെ ചുമതലയാണ്. കാവൽക്കാരൻ എന്ന ഒരു ചുമതലയാണ് പ്രവാചകന്മാർക്ക് കർത്താവ് കൊടുത്തത്. എനിക്ക് നൽകിയത് കാവൽപ്പട്ടി എന്ന ഒരു ചുമതലയാണ്. അപ്പൊ കൊരയ്ക്കണം, കടിക്കണം. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ കർത്താവിന് മുമ്പിൽ കുറ്റക്കാരനാകും. പിന്നെ ഈ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. നിങ്ങൾ കേട്ടിട്ടുള്ള കഥ തന്നെയാണ്, എങ്കിലും അതിവിടെ പ്രസക്തമാണ്. ഇങ്ങനെ ഒരു കൂട്ടം പട്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ഓടുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് പലപ്പോഴും ഒരു കാഴ്ചയാണല്ലോ ഈ തെരുവ് പട്ടികൾ. അപ്പോൾ പട്ടികൾ ഒന്നിച്ച് ഓടുന്നു. കുറെ ഓടിക്കഴിഞ്ഞപ്പോണ്ട് ഒരു പട്ടി ഒഴികെ ബാക്കി എല്ലാ പട്ടികളും ഓട്ടം നിർത്തി. അവ കിതച്ചു, വയ്യാണ്ടായി, മടുത്തു. ഒരു പട്ടി ഒഴികെ മറ്റെല്ലാ പട്ടികളും. ഒരു പട്ടി മാത്രം പിന്നെയും ഓടിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞാണ് അത് തിരിച്ചു വരുന്നത്. എന്താണ്? അപ്പൊ അതിങ്ങനെ ഒരു കാട്ടുമുയലിനെ കടിച്ചു പിടിച്ചോണ്ട വരണേ. ഒരു പട്ടി മാത്രം. ആ ഒരു ഒറ്റ പട്ടി മാത്രമാണ് കാട്ടുമുയലിനെ കണ്ടതും ഓടിച്ചതും. മറ്റു പട്ടികളെല്ലാം ഈ പട്ടി ഓടുന്നതേ കണ്ടിട്ടുള്ളൂ, കാട്ടുമുയലിനെ കണ്ടിട്ടില്ല. അപ്പൊ ലക്ഷ്യം അല്ലെങ്കിൽ ഇര കണ്ടത് ഒരേ ഒരു പട്ടിയാണ്. ആ പട്ടി ലക്ഷ്യത്തിലെത്തിയിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. മറ്റു പട്ടികൾ, ആ പട്ടിക്ക് കിതപ്പില്ല, മടുപ്പില്ല, ക്ഷീണമില്ല. മറ്റു പട്ടികളെ കുറച്ച് ഓടി നിർത്തി. കാരണം എന്താ? അവര് ആ ആദ്യത്തെ പട്ടി ഓടുന്നതേ കണ്ടിട്ടുള്ളൂ, ലക്ഷ്യം കണ്ടിട്ടില്ല, ഇരയെ കണ്ടിട്ടില്ല. അപ്പോ ലക്ഷ്യം കാണാത്ത പട്ടികൾ ഉണ്ടെങ്കിൽ അവർ കുറച്ചു നേരം കുറച്ച് ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, മൗണ്ട് തോമസിലും പോയി, ബസിലിക്കാരുടെ മുമ്പിൽ പോയി, ഗ്രൂപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ഇത് മടുത്തു, ക്ഷീണിച്ചു, കിതച്ചു, അവര് തിരിച്ചു പോകും. പക്ഷേ ലക്ഷ്യം കണ്ട പട്ടി ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടേ അത് മടങ്ങി വരികയുള്ളൂ. അതിന് മടുപ്പില്ല, ക്ഷീണമില്ല, കിതപ്പില്ല. ഞാൻ ആ ലക്ഷ്യം കണ്ട പട്ടിയാണ്. ഞാൻ ഓടുന്ന കണ്ടിട്ട് ചിലപ്പോൾ വേറെ കുറെ പട്ടികൾ കൂടെ ഓടിയിട്ടുണ്ടാവും, അത് കിതച്ചിട്ടുണ്ടാവും, നിർത്തിയിട്ടുണ്ടാവും. എനിക്കറിഞ്ഞുകൂടാ. ഇവർ ഞാൻ കൂടാതെ സഭയ്ക്ക് വേണ്ടി ഓടിയിട്ടുള്ളവരുണ്ടാകാം. പക്ഷെ ഞാൻ ലക്ഷ്യം കണ്ടവനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ലക്ഷ്യം കണ്ടവനാണെന്ന് പറയുന്നത്? ഈ 2021 ഈ സഭയുടെ ലിറ്റർജിക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചത്, മറിച്ച് 1986 കുറച്ചുകൂടി മുന്നോട്ട് പോകാം. അന്ന് പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാത്തത് കൊണ്ടാണ് ഞാൻ 86 വയ്ക്കുന്നത്. 83 എന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷെ അന്ന് ഈ തക്സയൊക്കെ, ഈ പുനരുദ്ധരിക്കപ്പെട്ട തക്സൊക്കെ അയച്ചു കൊടുക്കുന്ന ആ രംഗത്താണ്. അപ്പൊ നമുക്കത് അത്രയും 19 വയസ്സേ എനിക്കുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും പറയാറായിട്ടില്ല. 86 കൂട്ടുക. 86 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കുർബാന കോട്ടയത്ത്, ഞാൻ മാർപ്പാപ്പി 2 പ്രാവശ്യം രണ്ട് സ്ഥലത്ത് കാണാൻ പോയി. എന്റെ കൂടെ ഇടുക്കി രൂപത്തിലത്തെ ജോസ് മാറാട്ടിലച്ഛനുണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ മാർപ്പാപ്പി കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് കോട്ടയത്തും പോയി. കോട്ടയത്താണ് ഈ കുർബാന, അതായത് പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ചൊല്ലിക്കൊണ്ട് ഈ കുർബാന പൂർത്തിയാക്കിയത്. തൃശ്ശൂരിൽ പോയി ഞങ്ങൾ മാർപ്പാപ്പയെ അടുത്ത് കണ്ടു, തൊട്ടടുത്തല്ല, ജനക്കൂട്ടത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂരിന് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയത്തേക്ക് പോവുകയാണ്. എന്തിനാ? ഈ കുർബാനയിൽ പങ്കെടുക്കാൻ. അപ്പൊ മാർപ്പാപ്പയൊന്ന് കണ്ടങ്ങ് സംതൃപ്തി അറിഞ്ഞ് പോകുകയല്ല ഞങ്ങൾ ചെയ്തത്. മാർപ്പാപ്പയെ കണ്ടു തൃശ്ശൂർ വെച്ച്. അതുകൂടാതെ കോട്ടയത്ത് പോയി ഈ പൂർണ്ണ ദൈവോന്മുഖ കുർബാന അർപ്പിച്ച് അതിൽ പങ്കെടുത്തു. അപ്പൊ അന്ന് തൊട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 89 പട്ടം കിട്ടുന്നത്, 1989. അതിനു മുൻപ് വടവാത സെമിനാറിൽ ചെമ്മാച്ചന്മാരെയൊക്കെ ഞാൻ സംഘടിപ്പിച്ച, അവര് മിക്കവരും അച്ഛന്മാരാണ്, ചിലർ അച്ഛന്മാരായില്ല, ഒരാൾ അച്ഛനായിട്ടും പോയിട്ടുണ്ട്. അവരെല്ലാം സംഘടിപ്പിച്ച് അന്നത്തെ പരിഷ്കരിച്ച യാമപ്രാർത്ഥന വന്നു. അതായത് ആബേലച്ചൻ പ്രാർത്ഥന, യാമപ്രാർത്ഥന എല്ലാം മാറി പുതിയ പരിഷ്കരിച്ച യാമപ്രാർത്ഥന വന്നു. ആ യാമപ്രാർത്ഥന ഇരിങ്ങാലക്കുട രൂപതയിലെ പള്ളികളിലെ അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ടീം ഉണ്ടാക്കി, പാട്ടുകളെല്ലാം പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടാക്കിയവനാണ് ഞാൻ. അതിന്റെ പരിശീലനം നടക്കുമ്പോൾ മൈനസെമിനാരിൽ, ഇരിങ്ങാലക്കുട മൈനസെമിനാരിൽ വെച്ചിട്ടാണ് അതിന്റെ രണ്ടാമത്തെ ഒരു പരിശീലനം. ആദ്യത്തേത് അവിടുത്തെ അൽബേർണിയ കോൺവെന്റിലായിരുന്നു, രണ്ടാമത്തത് ഇരിങ്ങാലക്കുട മൈനസെമിനാരിലായിരുന്നു. അതും കൂടി വിജയിച്ചാൽ മെത്രാനസിനെ കണ്ട് അനുവാദം വാങ്ങിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടിയാ.
ഇങ്ങനെ പരിപാടി നടക്കുന്നെന്ന് കേട്ടിട്ട് ജെയിംസ് പഴയാറ്റിൽ പിതാവ് മൈനസെമിനാരിൽ കാണാൻ വന്നു ഞങ്ങളുടെ ഈ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഈ റംഷ പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജെയിംസ് പിതാവ് വന്നത്. എന്നിട്ടും ആ റംഷയ്ക്ക് നമ്മുടെ രൂപതയിൽ പരിചയപ്പെടുത്താനും അവതരിപ്പിക്കാനും പിന്നെയും സമയമെടുത്തു. എങ്കിലും ഞാനൊരു ചെമ്മാച്ചൻ എന്ന നിലയിൽ ഈ കുർബാന അതുപോലെ യാമപ്രാർത്ഥനകൾ ഇരിങ്ങാലക്കുട രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ചെമ്മാച്ചനായിരിക്കും ശ്രമിച്ച ആളാണ്. 86, 87, 88 കാലയളവിലെ പറയണേ. 89 എനിക്ക് പട്ടം കിട്ടി. 89 മുതലാണ് ഈ കുർബാന, അതായത് ബാമിയിട്ട് കുർബാന ചൊല്ലാനൊക്കെ മെത്രാന്മാർ തീരുമാനിച്ചു. ചങ്ങനാശ്ശേരി ആ സൈഡിലൊക്കെ പൂർണ്ണ ദൈവോന്മുഖ കുർബാന തുടങ്ങി. ഇരിങ്ങാലക്കുട ബാമിയൊക്കെ ഇട്ടിരുന്നു. ഞാനിരുന്ന എല്ലാ പള്ളിയിലും, കൊച്ചച്ചനായിട്ടോ വികാരിയായിട്ടോ ഇരുന്ന എല്ലാ പള്ളികളിലും ബാമിയും ബാസ്കോസൊക്കെ ഇട്ടാണ് കുർബാന ഞാൻ ചൊല്ലിയിരുന്നത്. എന്റെ വീഡിയോ കാണുന്നവരിൽ ഇരിങ്ങാലക്കുടക്കാരുണ്ടാവുമല്ലോ. ഞാൻ ഏതെങ്കിലും പള്ളിയിൽ ബാമിയും ബാസ്കസ് ഇല്ലാതെ കുർബാന അർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. 89ത്തെ കാര്യം ഞാൻ പറയണേ. അപ്പൊ തന്നെ ഞാൻ ഇല്ലേ കൽദായവാദിയാണ്, ചങ്ങനാശ്ശേരി പക്ഷക്കാരനാണെന്ന് ഇന്ന് ഇരിങ്ങാലക്കുട പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് എറണാകുളത്തേക്കും തൃശ്ശൂരിലേക്കും പിന്നെ വടക്കോട്ടും പ്രചരിപ്പിച്ചു. അപ്പോ എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ ആ വശത്തൊക്കെ മെത്രാന്മാര് മാർപ്പാപ്പയ്ക്കെതിരാണ്, ഞാൻ മാർപ്പാപ്പയ്ക്ക് അനുകൂലം. പക്ഷേ അവര് പ്രചരിപ്പിച്ചതോ മെത്രാന്മാർക്കെതിരായി അച്ഛൻ, അപ്പോൾ സഭയ്ക്കെതിരാണെന്നാണ് പ്രചരിപ്പിച്ചത്. ഞാൻ പറയുന്ന ഒന്നൂർ കേൾക്കണേ. മെത്രാന്മാര് സഭയ്ക്കെതിരായിരുന്നു. ഞാൻ, അതായത് മെത്രാന്മാര് മാർപ്പാപ്പയ്ക്കെതിരെ, സഭയ്ക്കെതിരെ. ഞാൻ സഭയുടെ അനുകൂലം, മാർപ്പാപ്പയ്ക്ക് അനുകൂലം. പക്ഷെ അവർ പ്രചരിപ്പിച്ചത് ഞാൻ മെത്രാനെ ധിക്കരിക്കുന്നവൻ, അനുസരണമില്ലാത്തവൻ, അതങ്ങ് പ്രചരിപ്പിച്ചു. വടക്കും തെക്കും പ്രചരിപ്പിച്ചു. അങ്ങനെ മാർപ്പാപ്പി അനുസരിക്കണം, സഭയെ അനുസരിക്കണം എന്ന് പറഞ്ഞ ഞാൻ ധിക്കാരിയും, മാർപ്പാപ്പി അനുസരിക്കാത്തവരും സഭയെ അനുസരിക്കാത്തവരും നല്ല പിള്ളകളുമായി മാറി. ഇതാണ് ഞാൻ പട്ടം കിട്ടിയിട്ടുള്ള ആ അവസ്ഥ, അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അതുകൊണ്ടുണ്ടായ, നിങ്ങൾ ഇരിങ്ങാലക്കുട രൂപത്തിലെ ഏകദേശം എന്റെ പ്രായത്തിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം അവര് എനിക്ക് അനുകൂലമായിട്ട് പറയാൻ വേണ്ടി പറയല്ല, എന്തുമാത്രം ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിന് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. എന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നത് സൺ ഓഫ് സഫറിംഗ് എന്നാണ്, സഹനത്തിന്റെ മകൻ എന്നാണ്. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല, സഹനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു പോരാട്ടമാണ്. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി പോയിരിക്കുന്ന പട്ടാളക്കാർക്ക് അവര് ഒരു വെടിയേറ്റ് മരിച്ചാൽ പോലും, അല്ലെങ്കിൽ കാല് മുറിവേറ്റാലും അതൊന്നും സഹനമായിട്ടല്ല, ഒരു അഭിമാനമായിട്ടാണ്. എന്റെ രാജ്യത്തെ, എന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനമായിട്ട് അവർ വരണേ. അങ്ങനെ ഒരു അഭിമാനമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ലാഘവത്തോടെയാണ് ഞാൻ ക്ലേശങ്ങളെയും സഹനങ്ങളെയും ഈ എതിർപ്പുകളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അന്നും ഇന്നും അത് ആസ്വദിക്കുകയാണ് ഞാൻ. കാരണം ഞാൻ ഒരു ലക്ഷ്യം കണ്ടിട്ടാണ് ഈ ഓടുന്നതും കുറയ്ക്കുന്നതും. അതുകൊണ്ട് എനിക്കൊരു സങ്കടമോ നിരാശയോ ഇല്ല, തീർന്നില്ല. ഈ ഞാൻ പല സ്ഥലത്തും ബാമി ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏതച്ഛനാണ് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം അച്ഛൻ ആരാണ്. ആ അച്ഛന്റെ നേതൃത്വത്തിൽ പിതാവിനോട് പറയാതെ തന്നെ ബാമ എടുത്ത് മാറ്റി, ബാസ്കസ് എടുത്ത് മാറ്റി. പുള്ളി ആൾക്കാരോട് പറഞ്ഞു, നീ പിതാവിനോടും പറയേണ്ട കാര്യമില്ല, നമുക്ക് എടുത്ത് മാറ്റുക. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മിക്ക പള്ളികളിലും ബാമയും ബാസ്കസ് ഒക്കെ മാറ്റപ്പെട്ടു. പക്ഷെ ഞാൻ അപ്പോഴും ബാമയും ബാസ്കസ് ഇട്ടേ കുർബാന ചൊല്ലിയിട്ടുള്ളൂ. ഞാനിരുന്ന പള്ളികളിൽ ഞാൻ ആദ്യം പഠിപ്പിച്ചത് ലിറ്റർജിയെ കുറിച്ചാണ്. ലിറ്റർജി പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നെ ബൈബിൾ ഫാദറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബൈബിൾ ഫാദർ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ലിറ്റർജി, അതാണ് എന്റെ എല്ലാ പള്ളികളിലും അങ്ങനെയാണ്. ഈ പല പള്ളികളിലും എന്റെ 2 കുർബാന കാണാൻ ആൾക്കാർ വരുമായിരുന്നു. ആദ്യത്തെ കുർബാനയ്ക്ക് ഒരു പാനും പെൻസിലൊക്കെ കൊണ്ടുവന്ന്, പേപ്പറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കുറിക്കും. ഞാനങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുകയാണല്ലോ. രണ്ടാമത്തെ കുർബാനയ്ക്ക് വരുന്നതെന്നറിയോ, അവർ രാവിലെ എഴുതിയത് പലയിടത്തും ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ. ഒരേ പ്രസംഗമാണ്, ഞാൻ അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, എങ്കിലും അവർക്ക് കിട്ടുമായിരുന്നു. ഒരു 10-15 പേര് മിക്കവാറും പള്ളികളിൽ രണ്ടാമത്തെ കുർബാനയ്ക്ക്, ഞാൻ ചൊല്ലുന്ന രണ്ടാമത്തെ കുർബാനയ്ക്കും വരുമായിരുന്നു പ്രസംഗം കേൾക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അവർ പോകും. രാവിലെ അവർ കുർബാന മുഴുവൻ കുർബാനയും കണ്ടിട്ടുള്ളതാ. ഞാൻ പറഞ്ഞു വന്നത് ലിറ്റർജിയെ കുറിച്ച്. അപ്പൊ എല്ലാ പള്ളികളിലും എനിക്ക് ജനങ്ങൾ എന്റെ കൂടെ സപ്പോർട്ടായിരുന്നു, എല്ലാ പള്ളികളിലും. അങ്ങനെ ഞാൻ മാറിപ്പോയതിന്റെ പിന്നാലെ ചില അച്ഛന്മാര് വന്ന് ബേമ, അതും ചിലർക്ക് നമ്മൾ വളരെ ഭംഗിയും സുന്ദരമായിട്ട് ഉണ്ടാക്കിയിരിക്കും, മനോഹരമായിട്ട് ഉണ്ടാക്കുന്നത് മാറ്റിവെക്കല്ല, പൊളിച്ചു കളഞ്ഞു. ബേമ, ബേസ്കസ, ഞാനിരുന്ന പള്ളികൾക്ക് അതിനുശേഷം, ഞാൻ വന്നതിന് ശേഷം വന്ന അച്ഛന്മാർ ഇതെല്ലാം പൊളിച്ചു കളഞ്ഞു. എനിക്ക് നിരാശ തോന്നിയിട്ടില്ല. കാരണം എന്താ, അവരറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നു. പിതാവെ അവരോട് ക്ഷമിക്കണേ, അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഇപ്പോ ഈ ഇരിങ്ങാലക്കുട രൂപതയിൽ മനസ്സോടെയാണെങ്കിലും പൂർണ്ണ തോതിലല്ലെങ്കിലും ഏകീകൃത കുർബാന നടപ്പിലായി. ഈ ബേമ പൊളിച്ചു കളഞ്ഞ ആളുകളും ഇപ്പൊ ബേമയിട്ട് കുർബാന ചൊല്ലണം. അപ്പൊ അതില് ബേമ പൊളിച്ചു കളഞ്ഞ പലരുണ്ട്. ഒരച്ഛൻ പറഞ്ഞതാണ്,
വൈദികരുടെ മീറ്റിംഗിൽ പറഞ്ഞതാ ഞാൻ പറയണേ. ഇപ്പൊ നമ്മൾ മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞതുപോലെ കുർബാന ചൊല്ലുന്നു. മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞതുപോലെ 3 കൂതാശകൾ ഈ പ്രാരംഭ കൂതാശകൾ ഒരുമിച്ച് കൊടുക്കുന്നു. ഇതൊക്കെ മാണിപ്പറമ്പിലച്ചൻ ചെയ്യുന്ന പോലെ ഇപ്പം നമ്മൾ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഇത്ര നാള് മാണിപ്പറമ്പിലച്ചൻ നമ്മൾ എതിർത്തോണ്ടിരുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്താപം ഉണ്ടായിട്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹമാണ് ഒരു ബാമിയും ബസ്കറ്റും പൊളിച്ചു കളഞ്ഞത്. മാറ്റിവെക്കല്ല, പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ അദ്ദേഹം തന്നെ പറയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ മാണിപ്പറമ്പിലച്ചനെ എതിർത്തോണ്ടിരുന്നത്? ഈ പട്ടം കിട്ടുന്നതിന് മുമ്പ്, പട്ടം കിട്ടിയതിന് പിന്നാലെ ഞാൻ ചെയ്തൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. 1989 പട്ടം കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ പിന്നാലെ ഞാൻ വചനജ്യോതി എന്നൊരു പരിപാടി നടപ്പാക്കി. അതിനുശേഷം അത് ആദ്യത്തെ വർഷം. 2ാമത്തെ വർഷം തക്സ, അതായത് മാർപ്പാപ്പ കുർബാന ചൊല്ലിയ തക്സ, അതാണ് 30 കുടുംബ സമ്മേളന യൂണിറ്റുകളിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. അതിന്റെ സമാപനത്തിൽ 13,000 പേരോ 5,000 പേരെങ്കിലും ആൾക്കാർ പറയണേ, 13,000 പേര്, അതായത് മുസ്ലിംസ് അടക്കം, മുസ്ലിംസും ഹിന്ദുക്കളും അടക്കം പള്ളിയിലേക്ക് പ്രദക്ഷിണമായിട്ട് വന്ന് അതിന്റെ സമാപനത്തിൽ ഇപ്പോഴത്തെ തട്ടിൽ പിതാവാണ് പ്രസംഗിക്കാൻ വന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ ഈ തക്സയുമായിട്ടാണ് ആൾക്കാർ വരുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹത്തെയാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. മാളപ്പള്ളിയിൽ പള്ളിമുറ്റത്ത് അദ്ദേഹം പള്ളിമുറ്റത്ത്, കാരണം ആ പള്ളിമുറ്റവും അതിന് തൊട്ട് മുമ്പിൽ ഒരു സ്കൂളുണ്ട്, അത്രയും നിറഞ്ഞായിരുന്നു ആളുകൾ. മാണിപ്പറമ്പിന്റെ പട്ടാളം എന്നാണ് അന്ന് ആൾക്കാരെന്നെ കളിയാക്കിയിരുന്നത്. അത്രമാത്രം ജനങ്ങളായിരുന്നു. അന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ 89, 90, 91 കാലയളവിലത്തെ കാര്യം ഞാൻ പറയണത്. ഇപ്പൊ ഇത് 2025. അപ്പൊ എത്ര വർഷമായി ഞാൻ ഈ കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ട് അതിന്റെ പേരിൽ എനിക്ക് വന്ന വ്യക്തിപരമായ നഷ്ടങ്ങൾ വളരെ വലുതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം എറണാകുളം ബുക്ക് സ്റ്റോളുകളിലാണ് എന്റെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരുന്നത്. എറണാകുളത്തെ അച്ഛന്മാരെ എന്റെ പുസ്തകങ്ങൾ ധാരാളം വാങ്ങിച്ചിരുന്നു. ഇപ്പൊ അവർ വാങ്ങിക്കില്ലെന്ന് മാത്രമല്ല, എല്ലാ കന്യാസ്ത്രീമാരുടെയും സ്ഥാപനങ്ങളും പറഞ്ഞിരിക്കുകയാണ് മാണിപ്പറമ്പിലച്ചന്റെ പുസ്തകങ്ങളൊന്നും തന്നെ വാങ്ങിക്കരുത്. അപ്പൊ എന്തുമാത്രം നഷ്ടമാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കില്ല. എന്നാന്ന് ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി അവർ വാങ്ങിക്കോ? അവരും വാങ്ങിക്കില്ല. കാരണം എന്താ? ഇങ്ങൊരു ഇരിങ്ങാലക്കുടക്കാരനാണ്, എറണാകുളത്ത് വടക്കുള്ള ആളാ. അതുകൊണ്ട് അവരും വാങ്ങിക്കൽ കുറവാണ്. വാങ്ങിക്കണില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരും വാങ്ങിക്കുന്നത് കുറവാണ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിരുന്നത്, അവരും വാങ്ങിക്കുന്നില്ല. വ്യക്തിപരമായ നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം, ഒരുപാട് നഷ്ടങ്ങൾ, വ്യക്തിപരമായ നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു നഷ്ടമായിട്ട് ഞാൻ പരിഗണിക്കില്ല. കാരണം എന്താ? ഞാൻ കർത്താവിന് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്. അതിൽ വലിയ നേട്ടമൊന്നും ഇല്ല. അതിൽ വലിയ നേട്ടമോ സന്തോഷമോ ആനന്ദമോ എനിക്കില്ല. ഈ തക്സയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണ് ഞാൻ കൊടുത്ത സന്ദേശം? എന്താണ്? ഇരിങ്ങാലക്കുട രൂപതയിലും മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത ഏകീകൃത കുർബാനയാണ് ചൊല്ലേണ്ടത്. ഈ സന്ദേശമാണ്. പക്ഷേ അപ്പോ ഞാൻ ചങ്ങനാശ്ശേരിക്കാരനായി, ചങ്ങനാശ്ശേരി പക്ഷക്കാരനായി, കൽദായവാദിയായി. അപ്പൊ എന്നെ മാറ്റി നിർത്തേണ്ടതും എന്നെ ധിക്കാരിന്ന് അവതരിപ്പിക്കേണ്ടതും ഇരിങ്ങാലക്കുട തൊട്ടുള്ള, എറണാകുളം തൊട്ടുള്ള രൂപതകളുടെ അവരുടെ ഒരു കടമയായിട്ട് അവർ കണക്കാക്കുകയാണ്. അങ്ങനെ ഇപ്പൊ എന്നെക്കുറിച്ച് മോശം ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലും അച്ഛന്മാരുടെ മുമ്പിലും, മെത്രന്മാരുടെ മുമ്പിലും, കന്യാസ്ത്രീമാരുടെ മുമ്പിലും അവതരിപ്പിച്ചത് അന്നാണ്. അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ബെർലിനിലും ജർമ്മനിയിലും മറ്റ് പല രാജ്യങ്ങൾ പോയപ്പോഴും അവിടെയൊക്കെ മലയാളികളോടും എന്നെക്കുറിച്ച് മോശമാണ് അവതരിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ ഞാൻ 10, 14, 15 രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്താലും കർത്താവ് എനിക്ക് തരാനുള്ളത് തന്നുകൊണ്ടിരിക്കില്ലേ? കർത്താവ് എനിക്ക് തരുന്ന മഹത്വം അല്ലെങ്കിൽ തേജസ് കർത്താവ് തരില്ലേ? അത് തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ വ്യാപൃതരാകുക എന്നതിൽ കവിഞ്ഞ്, അത് നൽകുന്ന ഒരു ആനന്ദത്തിൽ കവിഞ്ഞ് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വിചാരിച്ച് ഞാൻ പുണ്യാളനാണെന്നോ വിശുദ്ധനാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് കാര്യം പറയാണ്. ചുരുക്കത്തില് അപ്പോ 86 മുതൽ ഞാൻ ഏർപ്പെട്ട ഒരു സംഗതിയാണ് പറയണേ. 99 മെത്രാന്മാരെല്ലാവരും ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് തീരുമാനിച്ചു. 99 പക്ഷേ പകുതിയോളം മെത്രാന്മാര് ഒപ്പിട്ടു, അതിന് വിപരീതം ചെയ്തു. 99 അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ എന്റെ മെത്രാനോട് പറഞ്ഞു. 99 അപ്പോ ഇല്ലേ അത്? അപ്പോ ഞാൻ അങ്ങനെ ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇത് അവർ ഒപ്പിട്ട കാര്യം അതിന് വിപരീതം ചെയ്യുക, മാർപ്പാപ്പയ്ക്ക് വിപരീതം ചെയ്യുക, എതിരെ ചെയ്യുക, അത് ശരിയല്ലെന്ന് പറയുന്നത് മെത്രാന്മാർക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. 99 തീരുമാനിച്ച കാര്യം വീണ്ടും 2021 നടപ്പാക്കാൻ തീരുമാനിച്ചു. നടപ്പായി. 34 രൂപ നടപ്പായി. സ്വാഭാവികമായിട്ടും മെത്രാന്മാർക്ക് എന്നോടൊരു ചോദ്യം ചോദിക്കാം. താൻ പറഞ്ഞിട്ടാണോ 99 ഞങ്ങൾ തീരുമാനിച്ചത്? താൻ പറഞ്ഞിട്ടാണോ 2021 ഞങ്ങൾ നടപ്പാക്കിയത്? അല്ല, തീർച്ചയായിട്ടും അല്ല. പക്ഷേ
എന്റെ പോരാട്ടം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, 99 നിങ്ങൾ തീരുമാനിച്ചിട്ടും നിങ്ങൾ നടപ്പാക്കിയില്ലല്ലോ. ഇല്ല അല്ലെ? 99 തീരുമാനിച്ചു, നിങ്ങൾ തീരുമാനിച്ചു, പക്ഷെ നടപ്പാക്കിയോ? ഇല്ല. അപ്പോ ഞങ്ങളുടെ പോരാട്ടം പശ്ചാത്തലത്തിലുണ്ട്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇരിങ്ങാലക്കുട കണ്ടിട്ടുണ്ട്, മറ്റൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു, അത് കർത്താവ് കണ്ടു. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ തീരുമാനം നടപ്പായത്. ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് അവിടെ. ആ പദ്ധതിയിൽ ഞങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പ് ഒരു മെത്രാൻ എനിക്ക് കത്തെഴുതി. അതിനകത്ത് ചുരുക്കം വാക്കുകളേ ഉള്ളൂ. അച്ഛന്റെയും ഞങ്ങളുടെയും പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് വാക്ക്. അച്ഛന്റെയും ഞങ്ങളുടെയും പോരാട്ടം. അച്ഛന്റെയും അല്ലെ, അച്ഛന്റെ പോരാട്ടം എന്നിട്ട് ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്, ഞങ്ങളുടെയും. അച്ഛന്റെ പോരാട്ടം ബ്രാക്കറ്റില് ഞങ്ങളുടെയും വിജയിക്കുക തന്നെ ചെയ്യും. ഒരു മെത്രാനാണ് ഇത് എനിക്ക് എഴുതിയിരിക്കുന്നത്. 4 ദിവസമായിട്ടുള്ളൂ ഈ കത്ത് എഴുതിയിട്ട്. എന്റെ വീഡിയോ ചില മെത്രാന്മാരും കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഏത് മെത്രാനാ എഴുതിയത്, ആ മെത്രാനെങ്കിലും അറിയില്ലോ. അപ്പൊ ഇത് എന്റെ കൂടെ മെത്രാന്മാരുണ്ട് എന്നുള്ളത് തെളിവല്ലേ ഇത്? അപ്പൊ ഞാൻ ഈ കുരയ്ക്കുന്നത്, സഭയ്ക്ക് വേണ്ടി കുരയ്ക്കുന്നതിൽ മെത്രാന്മാരും കൂടി പങ്കുണ്ട് എന്നുള്ളതല്ലേ? അപ്പോൾ എന്റെ കൂടെ മെത്രാന്മാരുണ്ട് എന്നല്ല പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മെത്രാന്മാരുടെ കൂടെ ഞാനുണ്ടെന്നാണ്. എല്ലാ മെത്രാന്മാരും സഭയെ വഞ്ചിക്കാനും ഒറ്റക്കൊടുക്കാനും നിൽക്കുന്നവരല്ല. നല്ലവരായ മെത്രാന്മാരുണ്ട്. ആ മെത്രാന്മാരുടെ കൂടെയാണ് ഞാൻ. അപ്പൊ എന്റെ കുരയ്ക്കല് ഞാൻ മാത്രം കുരച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാൻ ആവർത്തിക്കുക, 4 ദിവസം മുമ്പ് കിട്ടിയ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അച്ഛന്റെ ബ്രാക്കറ്റിൽ ഞങ്ങളുടെ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് മെത്രാനാണ് എന്നെ എഴുതി അറിയിച്ചത്. അപ്പോ ഞാൻ ഈ കുരയ്ക്കുന്നതിന് മെത്രാന്മാരുടെ ഒരു പിന്തുണയുണ്ട്, അല്ലെങ്കിൽ ഞാൻ മെത്രാന്മാർക്ക് വേണ്ടിയാണ് കുരയ്ക്കുന്നത് എന്ന് ചില മെത്രാന്മാരെങ്കിലും അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ കുരയ്ക്കലും പറ്റിയാൽ ഓടിച്ചിട്ട് കടിക്കലും തുടരും. അത് കർത്താവിന്റെ കാവൽപ്പട്ടി ആയതുകൊണ്ടാണ്. അടുത്ത ചോദ്യം. മെത്രാന്മാര് സിറിൽ വാസില്, പൗരത്വ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ഗുഗരോത്തി എന്നിവരുമായി ചർച്ച ചെയ്തിട്ടാണ് സമവായ മാർഗരേഖ പാമ്പ്ളാനി പിതാവ് ഇറക്കിയതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് മെത്രാന്മാർ പോരാട്ടം തുടരുന്നുവെന്ന് പറയാൻ കഴിയുക? അതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, മാർപ്പാപ്പയുടെ തീരുമാനത്തിന് വിരുദ്ധമായി തീരുമാനമെടുക്കാൻ സിറിൽ വാസിൽ പിതാവോ ഗുഗരോത്തി പിതാവോ നമ്മുടെ മെത്രാന്മാർ ആരെങ്കിലും അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നാം വത്തിക്കാനിൽ കേസ് കൊടുക്കണം. മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ സിറിൽ വാസിൽ പിതാവും ഗുഗരോത്തി പിതാവും പിന്നെ നമ്മുടെ മെത്രാന്മാരും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ ഇവർ സമ്മതിച്ചാൽ അവർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കണ്ടേ? മറിച്ചാണെന്ന് വിചാരിക്കുക, അവരൊന്നും അവന് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു പുകമറ സൃഷ്ടിച്ചിട്ടാണ് ഈ സമവായ മാർഗരേഖ ഉണ്ടാക്കിയിട്ടതെങ്കിൽ വത്തിക്കാൻ അല്പം താമസിച്ചാണെങ്കിലും നടപടികൾ എടുക്കില്ലേ? എടുക്കും. പിന്നെ സമവായ മാർഗരേഖ, അതാണ് നിങ്ങൾ പറഞ്ഞ വാക്ക്, സമവായ മാർഗരേഖ. എന്താണത്? അത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ്. മുഴുവൻ, തുടക്കം മുതൽ അവസാനം വരെ വൈരുദ്ധ്യങ്ങളാണ്. അതിനേക്കാളേറെ തിന്മയുമായുള്ള കരാറുകളാണ്. ഈ സമവായ മാർഗരേഖ എന്ന് പറയുന്നത് തിന്മയുമായുള്ള ഒരു ഉടമ്പടിയാണ്, തിന്മയുമായുള്ള ഒരു മാർഗരേഖയാണ്, ഒരു കരാറാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 328 പള്ളികളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. അതിൽ 200ഓളം പള്ളികളില് ഈ സമവായ മാർഗരേഖയിൽ പറയുന്ന ഏകീകൃത കുർബാന ചൊല്ലുന്നില്ല. 328ൽ 200 പള്ളികളിൽ ഈ ഏകീകൃത കുർബാന ചൊല്ലുന്നേയില്ല. രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലോ ഉച്ചകഴിഞ്ഞ് 3:30ക്കും 6:30ക്കും ഇടയിലോ എന്ന് സമവായ മാർഗരേഖയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും 328ൽ 200ഓളം പള്ളികളിൽ ഈ ഏകീകൃത കുർബാന ചൊല്ലുന്നേയില്ല. ഞാൻ എന്താണ് ഈ സമവായ മാർഗരേഖ ഇറങ്ങി അന്ന് പറഞ്ഞത്? അന്നത്തെ കൂരിയായെ മാറ്റാൻ വേണ്ടിയുള്ള അടവാണിത്. കൂരിയായെ മാറ്റി പുതിയ കൂരിയ വന്നു. 328ൽ 200ഓളം പള്ളികളിൽ ഈ ഏകീകൃത കുർബാന ചൊല്ലുന്നേയില്ല. അപ്പൊ ഈ സമവായ മാർഗരേഖ വിജയമാണോ പരാജയമാണോ? പരാജയമാണ്, പാടെ പരാജയം. എന്തുകൊണ്ടാണ് ഈ കൂരിയായി പ്രശ്നമായിരുന്നത്? ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ചേർന്ന് നടത്തുന്ന പണത്തിന്റെ അഴിമതി അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് കൂരിയായി മാറ്റണമെന്ന് പറഞ്ഞത്. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഇല്ലാത്തൊരു ഭൂമി കുംഭകോണ കേസ് ഇപ്പോഴും ഇന്നത്തെ TV ചർച്ചയിൽ പോലും മുന്നേറ്റക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെത്രാന്മാർക്കെതിരെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അങ്ങോരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ ഉള്ള ധാർമ്മിക ശക്തി മെത്രാന്മാർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഇതുവരെയും പിടിത്തം കിട്ടിയിട്ടില്ല. കത്തോലിക്ക സഭയെ മൊത്തത്തിൽ നാറ്റിക്കുകയാണ് ആ മനുഷ്യൻ. കയറിയിരുന്നിട്ട് ഭൂമി കുംഭകോണം, ക്വാറി, മറ്റത് മറിച്ച് എന്നൊക്കെ പറയുന്നു. എല്ലാ മെത്രാന്മാരും അഴിമതിക്കാരാന്ന് പറയണു. അങ്ങനെയുള്ള ഒരാളുമായിട്ട് പാമ്പ്ളാനി പിതാവ് ഒത്തുതീർപ്പിലെത്തുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പാമ്പ്ളാനി പിതാവിനെതിരെ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചയിലും സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എല്ലാവരും മിണ്ടാതിരിക്കുന്നു, പ്രത്യേകിച്ച് മെത്രാന്മാര്. അപ്പോ ഇല്ലാത്ത ഭൂമി കുംഭകോണം ഇപ്പോഴും പറഞ്ഞുകൊണ്ട് സഭയെ നാട്ടിക്കുന്ന എന്തിനാ? ഈ മുന്നേറ്റക്കാരും വിമത വൈദികരും ചേർന്ന് ഇത് സഭാകോടതി കണ്ടെത്തിയ കാര്യം ഞാൻ പറയണേട്ടോ. ഞാൻ തെളിവില്ലാണ്ട് വായുവിലിട്ട് ഇങ്ങനെ മുഷ്ടിച്ചുവിട്ടല്ല, ഞാൻ നിഴൽക്കുത്ത് നടത്തുകയല്ല. സഭാകോടതി പണം കട്ടെടുക്കുന്നു. ലൂട്ടിംഗ് മണി എന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. പണം കട്ടെടുക്കുന്നു, അപഹരിക്കുന്നു. അങ്ങനെ പണം അപഹരിക്കുന്ന ആളുകളെയാണ് പാമ്പ്ളാനി പിതാവ് സംരക്ഷിക്കണേ. അതിനർത്ഥം പാമ്പ്ളാനി പിതാവ് അനീതി ചെയ്യുന്നുവെന്നാണ്, അങ്ങൊരു കുറ്റക്കാരനാണെന്നാണ്. കുറ്റക്കാരനെന്ന് സഭാകോടതി വിധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ മെത്രാന്മാരെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ആ മെത്രാന്മാർക്ക് വേണ്ടിയാണ് നരകം. പാമ്പ്ളാനി പിതാവ് എന്ന് പറഞ്ഞ കുറ്റക്കാരെന്ന് സഭാകോടതി വിധിച്ച ഒരാളെ തട്ടിൽ പിതാവിനെയും കുറ്റക്കാരൻ വിധിച്ചിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ മെത്രാൻ സിനഡിൽ മെത്രാന്മാർ തയ്യാറാകുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയാണ് അഗ്നി നരകം. തീ കെടാത്ത അഗ്നി നരകം അവർക്ക് വേണ്ടിയാണെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ടാവുക. അവരതിലേക്ക് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. തീർന്നില്ല. ഈ സമവായ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ, മാർഗരേഖയിൽ പറഞ്ഞ് രാവിലെ 5:30-ക്കും 10:30-ക്കിടയിലോ ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് 6:30-ക്കിടയിലോ, മുന്നേറ്റക്കാരൻ പറഞ്ഞത് 3:30 അല്ലെങ്കിൽ 3 മണി. ആ സമയത്ത് പള്ളികളിൽ കുർബാന വെച്ചു. ആഴ്ച ദിവസങ്ങളിൽ ആൾക്കാർ പോയി, കാരണം അതിനൊരു ഇഷ്ടം കൊണ്ട്. പക്ഷെ അങ്ങനെ പോകാൻ പറ്റുമോ? ഒരു ഓട് സമയമാണ് കേരളത്തിലെ സാഹചര്യം അനുസരിച്ച്. അതുകൊണ്ട് മിക്ക പള്ളികളിലും അല്ലേ 4-5 ആളുകളായി കുറഞ്ഞു. അപ്പോഴും പരാജയമല്ലേ? പരാജയമല്ലേ? ആരുടെ പരാജയം? ഏകീകൃത കുർബാനയുടെ പരാജയമാണോ പാമ്പ്ളാനി പിതാവിന്റെ പരാജയമാണോ? ഘട്ടം ഘട്ടമായി ഞാൻ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എന്നിട്ട് ഘട്ടം ഘട്ടമായി എന്തുണ്ടായി? ഏകീകൃത കുർബാന നിന്നുപോയി. അതിനേക്കാൾ വലിയൊരു തെറ്റുണ്ട്. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കിയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് 8 പള്ളികളിൽ ഏകീകൃത കുർബാന മാത്രം നടന്നിരുന്നു. അവിടെ ഏകീകൃത കുർബാന നിർത്തലാക്കി. ആര്? പാമ്പ്ളാനി പിതാവ്. അതിന് കൂരിയായി പറഞ്ഞു വിട്ടു. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ എന്നാണ് പാമ്പ്ളാനി പിതാവ് മെത്രാന്മാരോട് പറഞ്ഞിരുന്നേ. അങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞത്. എന്നിട്ട് ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ, ഏകീകൃത കുർബാന നടപ്പാക്കാൻ എന്ന് പറഞ്ഞിട്ട് ഏകീകൃത കുർബാന മാത്രമുണ്ടായിരുന്ന 8 പള്ളികളിൽ ആ ഏകീകൃത കുർബാന നിർത്തലാക്കി. ഇതേക്കുറിച്ച് മെത്രാന്മാരോട് ചോദിച്ചപ്പോൾ മെത്രാന്മാര് പറഞ്ഞു തന്നിട്ടറിയോ? ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. മെത്രാന്മാര് പറഞ്ഞ വാക്കാൻ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഈ പാമ്പ്ളാനി പിതാവിന്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാൻ ആർക്കാണ് കഴിയാത്തത്? മെത്രാന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ ഈ ബുദ്ധിപരമായ ലെവൽ പരിശോധിക്കണം, ഐക്യു ലെവൽ പരിശോധിക്കണം. ലോകത്തെ സകലർക്കും മനസ്സിലാകുന്ന കാര്യം മെത്രാന്മാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ ഐക്യു പരിശോധിക്കണം. പക്ഷെ കുറച്ചു പേര് പറഞ്ഞു തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു, ചതിക്കപ്പെടുകയായിരുന്നു. തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു, കബളിപ്പിക്കപ്പെടുകയായിരുന്നു, പാമ്പ്ളാനി പിതാവ് തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന മെത്രാന്മാർ ഇപ്പൊ സമ്മതിച്ചത് മെത്രാൻ സിനഡിൽ പറയുമോ എന്ന് എനിക്കറിയില്ല. മെത്രാൻ സിനഡിൽ അവരെന്താണ് ചെയ്യണമെന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ മെത്രാന്മാർ പറയുന്നത് തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു, ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ്. അടുത്ത ചോദ്യം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഓരോ ഇടവകിലും 10 പേരെ ഉറപ്പാക്കുക എന്ന് അച്ഛൻ പറയുണ്ടായി. അപ്പൊ സഭയുടെ കൂടെ ഓരോ ഇടവകിലും 10 പേരേ ഉള്ളൂ? അല്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല, അതാണ് ചോദ്യം. 95% ആളുകളും സഭയുടെ കൂടെയാണ്. എന്നാൽ അവരെ നയിക്കാനായിട്ട് വികാരിമാരില്ല, മെത്രാന്മാരില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ വികാരി അച്ഛനെതിരെ, മെത്രാന്മാർക്കെതിരെ നിലകൊള്ളാൻ ഈ കത്തോലിക്ക സഭയിൽ അങ്ങനെ ശീലിച്ചിട്ടില്ല, അങ്ങനെ പരിശീലനം കൊടുത്തിട്ടില്ല, ഇത്ര വർഷമായിട്ടില്ല. വികാരിച്ചൻ പറഞ്ഞ അനുസരിക്കുക, മെത്രാൻസ് പറഞ്ഞ അനുസരിക്കുക, അങ്ങനെ പഠിച്ചിരിക്കുന്നത്. ഈ മെത്രാൻ മാർപ്പാപ്പയ്ക്കെതിരാണ്, വികാരി മാർപ്പാപ്പയ്ക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞാലും സാധാരണക്കാർക്ക് അത് ഒന്നും മനസ്സിലാകില്ല. മനസ്സിലായാൽ പോലും അവർക്ക് അതിനുള്ള ശക്തി, ആത്മീയ ശക്തി അവർക്കില്ല. അവർ നിസ്സഹായരാകുകയാണ്. ഇത് സാധാരണക്കാരായ മിക്ക മനുഷ്യരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്.
നമുക്ക് അനീതി ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പലപ്പോഴും പോകാത്തത്? അതിന്റെ പിന്നാലെ നടക്കാനുള്ള ആത്മീയ ശക്തി നമുക്കില്ല. പിന്നെ സാധാരണക്കാർക്ക് വേറെ ഒരുപാട് അനുദിന ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വ്യഗ്രതകളുണ്ട്. മക്കള്, ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, ജോലി, എന്തുമാത്രം പണി എടുക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ പോകാനായിട്ട് എല്ലാവർക്കും കഴിയുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഒതുങ്ങിക്കൂടും. അപ്പോൾ ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവരുടെ നിസ്സഹായാവസ്ഥയാണ്. പിന്നെ ഞാൻ വീഡിയോ പറഞ്ഞല്ലോ, ആ വീഡിയോ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് എന്താ കാര്യം? ഓരോ ഇടവകയിലും 10 പേര് ഉണ്ടാകൂ എന്നല്ല ഞാൻ പറഞ്ഞത്. 10 നീതിമാന്മാരെങ്കിലും ഉറപ്പാക്കിയാൽ ആ ഇടവകയെ കർത്താവ് നശിപ്പിക്കില്ലെന്നാണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞൊരു ഒരു എളുപ്പവഴി പറഞ്ഞു. എന്താണ്? ഈ 3:30 ഏത് സമയത്താണ് ഏകീകൃത കുർബാന വെച്ചിരിക്കുന്നത്, ആ കുർബാനയ്ക്ക് പങ്കെടുക്കുക. ആ കുർബാന കഴിയുമ്പോൾ അച്ഛനെ തല്ലുകൂടാനൊന്നും പോകണ്ട. അച്ഛനോട് പറയാ, അച്ഛൻ ഇത് ശരിയല്ല, മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുർബാന ഞങ്ങൾക്ക് വേണം. ഈ ഓട് സമയത്തുള്ള കുർബാനയല്ല, അസമയത്തുള്ള കുർബാനയല്ല, ഈ പള്ളിയിൽ സഭയുടെ കുർബാന മതി എന്ന് പറയാ. നിങ്ങൾ പോരുക. അടുത്ത ആഴ്ചയും പിന്നെയും പറയാ, ഇതന്നെ ഇത്ര ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ആ 10 പേര് സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ആ വികാരിയച്ഛനും ആ ഇടവയ്ക്ക് മാറ്റം വരുമെന്നും ആ ഇടവകയെ കർത്താവ് നശിപ്പിക്കില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് 10 പേര് മാത്രമേ സഭയുടെ കൂടെ ഉള്ളൂ എന്നല്ല. ആ വീഡിയോയുടെ താഴെ കമന്റുകൾ നോക്കിയാൽ അതിനകത്ത് ചിലർ എഴുതിയിട്ടുണ്ട്, ആ 10 പേരിൽ ഒരാൾ ഞാനായിരിക്കുമെന്ന്. കമന്റ് ചെയ്തത് വളരെ കുറച്ച് പേരായിരിക്കുമല്ലോ. ഈ ഒരു 4000, 5000, 10000 പേര് കാണുമ്പോൾ ഒരു 300-400 കമന്റാണ് വരിക. അവർ 10% കമന്റ് എഴുതുന്നത്. അതിൽ കുറച്ച് പേരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് ആ 10 പേരിൽ ഒരാൾ ഞാനുണ്ടാകും. അതൊരു ഭയങ്കര വലിയൊരു തീരുമാനമല്ലേ? ഈ ഇടവകയെ നശിക്കാതിരിക്കാൻ 10 പേരുടെ സാന്നിധ്യമെങ്കിലും ഉറപ്പാക്കുക എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിന്റെ കഥ പറഞ്ഞിട്ട് ഞാനത് പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ മുഴുവൻ കേട്ടു നോക്കൂ. ഈ തമ്പനയിൽ മാത്രം നോക്കാതെ, തലക്കെട്ട് മാത്രം നോക്കാതെ അതിന്റെ ഉള്ളടക്കം ഒന്ന് കേട്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസത്തേക്കും വേണ്ട ആത്മീയ ആഹാരം അതിനകത്ത് കിട്ടും. ആത്മീയമായിട്ടുള്ള വചനയാത്ര കൂടിയാണ് എൻ്റെ വീഡിയോസ്. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ അടുത്ത ചോദ്യമാണ്, ആ വീഡിയോയിൽ ഈ ദൈവത്തെ ഭയപ്പെടാത്ത ഒരു ന്യായാധിപന്റെ മുഖത്ത് വിധവ അടിക്കുമെന്നും അങ്ങ് പറഞ്ഞു. ഈ വിധവ ന്യായാധിപന് മുഖത്ത് അടിക്കുമെന്ന് ബൈബിളിൽ ഇല്ലല്ലോ. ബൈബിളിൽ ഇല്ലാത്ത കാര്യമല്ലേ അച്ഛൻ പറഞ്ഞത്? അങ്ങനെ അച്ഛൻ ചെയ്യുന്നത് ശരിയാണോ? അച്ഛന്റെ നിലപാടുകൾ ന്യായീകരിക്കാൻ അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത്, വചനം ഉണ്ടാക്കി പറയുന്നത് ശരിയാണോ? നിങ്ങൾക്ക് POC ബൈബിളായിരിക്കും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുക അല്ലേ? POC ബൈബിള്. നമ്മുടെ നാട്ടിൽ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിള്. അതിനകത്ത് ഈ കത്തോലിക്ക സഭയുടെ ബൈബിളിലോ കത്തോലിക്കരുടെ കയ്യിലുള്ള ബൈബിൾ 7 പുസ്തകങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ ചില അധ്യായങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും സത്യവേദ പുസ്തകം നല്ല തർജ്ജമയാണ്. അതിൽ 7 പുസ്തകങ്ങൾ കുറവാണെങ്കിൽ പോലും സത്യവേദ പുസ്തകം നല്ല തർജ്ജമയാണ്. തനി ലിറ്ററലാണ്, ആക്ഷരികമാണ്. അതിൽ നിന്ന് എടുത്ത് നോക്കിയാൽ എങ്ങനെ കിടക്കണേന്ന്. ഞാൻ ആ വാചകം വായിക്കാം. സത്യവേദ പുസ്തകമല്ല ഞാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത്, പക്ഷെ സത്യവേദ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ അവൻ ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ എന്നെ മുഖത്തടിക്കും. മുഖത്ത് അടിക്കും. POC ബൈബിളിൽ അസഹ്യപ്പെടുത്തുമെന്നാണ് ഇല്ലേ? ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ടും അവളിനെ അസഹ്യപ്പെടുത്താതിരിക്കാനും ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അസഹ്യപ്പെടുത്തുക എന്നാണ് POC ബൈബിളിൽ. സത്യവേദ പുസ്തകത്തിൽ മുഖത്തടിക്കുമെന്നാണ്, ഞാനും മുഖത്തടിക്കുമെന്നാണ് പറഞ്ഞത്. ഗ്രീക്കിൽ ഈ വാക്ക്, ഇത് ലൂക്കാസിന്റെ സുവിശേഷം 18:5 ഈ ലൂക്കാസിന്റെ സുവിശേഷത്തില് 18:5 അതിന്റെ ഗ്രീക്ക് ഹിപ്പോപിയാറ്റ്സോ എന്നാണ്. ഹിപ്പോപിയാറ്റ്സോ. ശരിക്കും വാക്ക് സ്പോർട്സ് ഉണ്ടല്ലോ, കായിക മത്സരങ്ങൾ, അതിൽ നിന്ന് വരുന്നതാണ്. ഈ ബോക്സിംഗിൽ ഇങ്ങനെ ഈ കണ്ണിന് താഴെ ഇടിക്കില്ലേ, ഇങ്ങനെ അതിനുപയോഗിക്കുന്ന വാക്കാണ് ഹിപ്പോപിയാറ്റ്സോ. ഇങ്ങനെ മുഖത്തിങ്ങനെ ഇടിക്കുക ബോക്സിംഗിൽ, അതാണ് ആ വാക്ക്. കണ്ണിന് താഴെ ഇടിക്കുക എന്നാണ് ആക്ഷരികം. അപ്പോ ഈ എതിരാളി ഇടിക്കുന്ന പോലെ ഇങ്ങനെ ഇടിക്കുന്ന പോലെ, കണ്ണിന് താഴെ ഇടിക്കുന്ന പോലെ ഇവളെന്നെ ഇടിക്കുമെന്നാണ് ഈ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്ത ന്യായാധിപൻ പറയുന്നത്. തീർച്ചയായിട്ടും എന്നെ അസഹ്യപ്പെടുത്തുക, കഷ്ടപ്പെടുത്തുക, പരുഷമായി പെരുമാറുക, ചിത്രവധം ചെയ്യുക, വീർപ്പ് മുട്ടിക്കുക, അതിരുവിട്ട് പെരുമാറുക എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഏറ്റവും നല്ല അർത്ഥം മുഖത്തടിക്കുക എന്ന് തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്? ഗതി കെട്ടാൽ ഈ വിധവ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് ഈ
ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്ത ന്യായാധിപൻ സംശയിക്കുന്നു, ദേഹോപദ്രവം ചെയ്യും. ഗതികെട്ട് വികാരത്തള്ളല് അവള് ചിലപ്പോൾ ഇങ്ങോട്ടൊരു അടി അടിക്കും ഈ ന്യായാധിപനെ എന്നാണ് അങ്ങോട്ട് പേടിക്കുന്നത്. അടി കിട്ടിയിട്ട് ദേഹോപദ്രവം കിട്ടി വേദനയേക്കാൾ വലിയ മാനക്കേടാണ് ഒരു പെണ്ണിന്റെ അടി കൊള്ളുക എന്നുള്ളത്. പ്രത്യേകിച്ച് അക്കാലത്ത് ഒരു പെണ്ണിന്റെ അടി കിട്ടെന്ന് പറഞ്ഞപ്പോൾ തൂങ്ങിച്ചാവേ വേണം, അത്രയും സമൂഹത്തിൽ നാണക്കേടാ. അത് ഒഴിവാക്കാനാണ് നീതി നടത്തിക്കൊടുക്കും. കർത്താവിന്റെ എല്ലാ ഉപമകളിലും സംഭവങ്ങളിലും ഒക്കെ ഒരു ട്വിസ്റ്റ് കാണാം. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഭക്താശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ അവൻ ഈ ഉപമ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ, അതായത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ, അതിന് ഉപമ പറഞ്ഞത്. പ്രാർത്ഥന പറഞ്ഞവൻ അവസാനം വരുമ്പോൾ നീതി നടത്തിക്കൊടുക്കും. ഈ ദൈവത്തെ മാനിക്കുകയോ മനുഷ്യരെ പേടിക്കുകയോ ചെയ്യാത്ത, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ നീതി നടത്തിക്കൊടുക്കുമെങ്കിൽ തന്നോട് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ ദൈവം കാലവിളംബം വരുത്തുമോ എന്നാണ്. നീതി നടത്തിക്കൊടുക്കാൻ പ്രാർത്ഥനയിൽ തുടങ്ങിയിട്ട് നീതിയിൽ അവസാനിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? നീതിക്ക് വേണ്ടിയാണ്. നീതി നടത്തി കിട്ടിയില്ലെങ്കിൽ ഈ വിധവ ആ ന്യായാധിപന്റെ മുഖത്തടിക്കുമെന്നാണ്. അപ്പൊ ഞാൻ മുഖത്തടിക്കുമെന്ന് ഞാൻ പറഞ്ഞത് മാണിപ്പറമ്പിലച്ചൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, അതിന്റെ മൗലിക പാഠത്തിൽ കിടക്കുന്നത് പറഞ്ഞതാ. നിങ്ങൾ ഈ POC ബൈബിൾ മാത്രം വായിക്കാതെ മറ്റു ബൈബിളുകളും മറ്റു പരിഭാഷകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ ആരോപണം ഒഴിവാക്കാം. ഞാൻ ഉണ്ടാക്കി എന്റെ കാര്യം ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും തിരുവചനം വളച്ചൊടിക്കില്ല, ഒരിക്കലും ചെയ്യില്ല. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകാം, പക്ഷെ മനഃപൂർവ്വം ഞാൻ വളച്ചൊടിക്കില്ല. അപ്പൊ ന്യായാധിപന്റെ മുഖത്തടിക്കും, വിധവ അടിക്കുമെന്നുള്ളത് ബൈബിളിലുള്ളതാണ്. POC ബൈബിൾ മാത്രം നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. മൗലിക പാഠം നോക്കിയാൽ ഗ്രീക്കോ ഹീബ്രുവോ അല്ലെങ്കിൽ അത് അത്രയും അതുപോലെ ആക്ഷരികമായി തർജ്ജമ ചെയ്തിരിക്കുന്ന സത്യവേദ പുസ്തകമൊക്കെ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ കാണും. അതുകൊണ്ട് ഈ ബൈബിൾ ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറഞ്ഞു എന്ന് പറയരുത്. ന്യായാധിപന്റെ മുഖത്തടിക്കുമെന്ന് തന്നെയാണ്, വിധവ ന്യായാധിപന്റെ മുഖത്തടിക്കുമെന്ന് തന്നെയാണ് ബൈബിളിലുള്ളത്. അത് എറണാകുളത്ത് സംഭവിക്കാം. അടുത്ത ചോദ്യം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത വിഷയത്തില് പാമ്പ്ളാനി പിതാവല്ലേ സ്കോർ ചെയ്തത്? എന്റെ മറുപടി, വാസ്തവത്തിൽ ഈ ചോദ്യം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എന്റെ നിലപാടുകൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ 2-3 വീഡിയോയിൽ ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ആ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. ഇനി ഇപ്പൊ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ ഉത്തരം പറയാണ്. ഈ വിഷയത്തില് ശരിക്കും സ്കോർ ചെയ്തത് ആരാണ്? ആ 2 കന്യാസ്ത്രീമാരാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട 2 കന്യാസ്ത്രീമാര്. അവര് അവരുടെ സഭാവസ്ത്രം ധരിച്ച് ശാന്തരായി, വലിയ ചിരിയുമില്ല എന്നാൽ വലിയ സങ്കടവുമില്ല, അക്ഷോഭ്യരായി അവര് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്തത്. നമ്മൾ കണ്ട എല്ലാ വീഡിയോയിലും അവരെത്ര ശാന്തരായിട്ട് നിൽക്കുന്നു. അവർക്ക് എന്താ പറയാ, ഉത്കണ്ഠയോ ആകുലതയോ ഇല്ല. തീർച്ചയായിട്ടും വേദനയുണ്ട്, അവർക്ക് രോഗമുണ്ട്, നിലത്ത് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടും അവരുടെ മുഖത്തുള്ള ആ ക്രിസ്തീയ ചൈതന്യം 1% പോലും കുറഞ്ഞോ? ഈ 9 ദിവസം അവര് അവിടെ കിടന്നിട്ട് 9 ദിവസം ഈ പോലീസ് കസ്റ്റഡിയിൽ ആയിട്ട് ഒരല്പമെങ്കിലും ക്രിസ്തീയ ചൈതന്യം അവരുടെ മുഖത്തുനിന്ന് ചോർന്നു പോയോ? ഇനി അവർ ജയിലിലിട്ട് കൊന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും അവർ കർത്താവിനെ ഉപേക്ഷിക്കുമായിരുന്നില്ല. മൗനത്തിലൂടെ, അവരുടെ ആ ശാന്തമായ മൗനത്തിലൂടെ അവർ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ആ നേരം അത്രയും അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് നമുക്ക് ഫീൽ ചെയ്യും. അനേകർ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അവർക്കെതിരെ ആക്രോശിച്ചവരല്ലേ തോറ്റുപോയത്? അടിച്ചവരല്ലേ തളർന്നത്? അടി കിട്ടിയ ആ കന്യാസ്ത്രീമാരെ, അല്ലെങ്കിൽ അവർക്ക് അടി കിട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ അറസ്റ്റിന് ഉദ്ദേശമാണ് പറയാൻ, അവരല്ലേ വളരുകയും തിളങ്ങുകയും ചെയ്തത്. അതിൽ എത്രയോ 1000 പേരെയാണ് അവര് സുവിശേഷവൽക്കരിച്ചത്, സ്വാധീനിച്ചത്. തീർച്ചയായിട്ടും അവരെ പുറത്തിറങ്ങാൻ സഹായിച്ച്, ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ സഹായിച്ച എല്ലാവരോടും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും, പാർലമെന്റ് സംസാരിച്ചവര്, മന്ത്രിമാരുണ്ടെങ്കിൽ മന്ത്രിമാര്, MLA മാര്, MP മാര്, വിവിധ രാഷ്ട്രീയ പാർട്ടി എല്ലാവരോടും സഭയ്ക്ക് കടപ്പാടുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാര് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നത് പോലെ ഏതെങ്കിലും മെത്രാൻ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയാൽ അവർ ആത്മീയ നേതാക്കളല്ലെന്ന് വരും. അത് ക്രൈസ്തവരും അക്രൈസ്തവരും അങ്ങനെ തന്നെ വിധി എഴുതും. ആ വിധി കറക്റ്റ് ആയിരിക്കും. ആത്യന്തികമായി ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയ മെത്രാന്മാർക്ക് സംഭവിച്ചത് എന്താണ്? അവരാണ് നാണം കെട്ട് നിൽക്കുന്നത്. അതിൽ പരം ഒരു പരാജയം ഒരു മെത്രാന് സംഭവിക്കാനില്ല. ക്രെഡിറ്റ് എടുക്കാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യം ക്രെഡിറ്റ് എടുക്കാൻ രാഷ്ട്രീയ കക്ഷികൾ നോക്കും, കാരണം അവർക്ക് വോട്ട് കിട്ടണം. പക്ഷെ ഒരു ആത്മീയ നേതാവായ മെത്രാൻ അങ്ങനെ ശ്രമിച്ചാൽ
ആ മെത്രാന്റെ ഏറ്റവും വലിയ പരാജയമാണിത്. അതിനേക്കാൾ വലിയ പരാജയം ഇല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുക. ഇതിന് മുമ്പ് ഒരു വീഡിയോ എത്ര നാളെ നീ ഓർക്കുന്നില്ല, ഒരു കൊല്ലത്തിന് മേലെയായിട്ടുണ്ട്. എറണാകുളം പ്രശ്നം പരിഹരിക്കാൻ വടക്ക് നിന്നും തെക്ക് നിന്നും ഒരു പ്രയാണം, ഒരു ജാഥ എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. 46,000 പേരാണത് കണ്ടത്. 46,000 പേര്. എന്റെ വീഡിയോ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടതിൽ ഒന്ന് അതാണ്. 2 വീഡിയോ ആണ് ഒരു 45-47 മേലെ പോയിരിക്കുന്നത്. ഈ വീഡിയോ 46,000 പേരാണ് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ കണ്ടത്. 46,000 പേര്, ഏതാണ്ട് 1,00,000 പേര് എന്ന് വെച്ചാൽ സുറിയാനി കത്തോലിക്ക സഭയുടെ ജനങ്ങളുടെ താല്പര്യമായിരുന്നു അത്. ഇപ്പൊ ഈ 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങി, അത് വളരെ മഹത്തായ കാര്യം. അതുപോലെ കർത്താവിന് വേണ്ടി ഈ വടക്ക് തൊട്ട് തെക്ക് വരെയുള്ള രൂപതകളിൽ നിന്ന് ഒരു പ്രതിഷേധ റാലി എറണാകുളത്തേക്ക് വന്നിരുന്നെങ്കിൽ, അതാണ് ഞാൻ നിർദ്ദേശിച്ചത്. ഈ പ്രശ്നം എത്രയോ പണ്ട് പരിഹരിക്കപ്പെടുകയില്ലേ. 9 ദിവസം എടുത്തു കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടാൻ. ഇനിയും കുറെ മുന്നോട്ട് പോകേണ്ടി വരും FIR റദ്ദാക്കാൻ. നമുക്ക് ഈ എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാൻ വടക്ക് നിന്നും തെക്ക് നിന്നും ഒരു എല്ലാ രൂപതകളും സംഘടിച്ചിട്ട് ഒരു പ്രതിഷേധ റാലി എറണാകുളത്തേക്ക് വന്നിരുന്നെങ്കിൽ ആ പ്രശ്നം പണ്ട് പരിഹരിക്കപ്പെടുമായിരുന്നില്ലേ. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഈ 2 കന്യാസ്ത്രീമാർക്ക് നമ്മൾ വലിയ വില കൊടുത്തിട്ടുണ്ട്, അത് നല്ലത് തന്നെ. അവരെക്കാൾ വില കുറഞ്ഞ ആളാണോ നമ്മുടെ കർത്താവ് ശോമിച്ചിക? അവരെക്കാൾ വില കുറഞ്ഞതാണോ വിശുദ്ധ കുർബാന? ഈ ചോദ്യത്തിന് നമ്മുടെ മെത്രാന്മാർ ഉത്തരം തരണം. തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല, കർത്താവ് ചെയ്തോളൂ. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ സാധാരണ വിശ്വാസികളുടെ ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ, പ്രയാസങ്ങൾ, അനുദിനമായ ഉത്കണ്ഠകൾ, അത് തിരിച്ചറിയുന്നതിലും പരിഹരിക്കുന്നതിലും നമ്മുടെ മെത്രാന്മാരിൽ മിക്കവരും പാടെ പരാജയമാണ്. അത് തിരുത്താനുള്ള അവസരമാണ് ഈ വരുന്ന സിനഡ്. ആരെങ്കിലും പരിശുദ്ധ റൂഹായുടെ പ്രചോദനം കേൾക്കാൻ തയ്യാറാകുമോ, കാതു തുറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എനിക്ക് കിതപ്പോ മടുപ്പോ ക്ഷീണമോ ഇല്ല. അതിനാൽ തന്നെ അതിന് കാരണം ഞാൻ തിരുവചനങ്ങളിലും വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ആ വചനത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച, ഞാൻ ഒരുപാട് വേദികൾ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. ഈ ഒരു രംഗമാണത്. ഈശോയുടെ ശരീരം കുരിശിൽ നിറക്കി ഒരു ശീലയിൽ ചുറ്റി പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അടക്കി. കല്ലറയുടെ വാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. ആ കല്ലറയുടെ വാതിക്കൽ അത് കഴിഞ്ഞിട്ട് കാവലേർപ്പെടുത്തി പട്ടാളക്കാരൊക്കെ. ഈ കല്ല് ഉരുട്ടി മാറ്റാതെ മുദ്ര വെച്ചു, കല്ല് ഉരുട്ടി വെച്ചു, മുദ്ര വെച്ചു, കാവലേർപ്പെടുത്തി. ഇത്രയൊക്കെ സ്ത്രീകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവര് ഉയർപ്പ് ദിവസത്തിന്റെ പുലർച്ചെ ആരാണ് കല്ലുരുട്ടി മാറ്റുക എന്ന് ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അവരവിടെ എത്തിയപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കല്ലിനെ കുറിച്ച് എന്തുമാത്രം എഴുതിയിരിക്കുന്നത്? പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കബരിടം, അതിന്റെ വാതിൽക്കൊരു കല്ല്, അത് വളരെ വലിയ കല്ലാണ്. കല്ല് വെച്ച് മുദ്ര വെച്ചു, കാവലേർപ്പെടുത്തി. ആ കല്ല് ആരെടുത്ത് മാറ്റുമെന്ന് സ്ത്രീകൾക്ക് ശങ്കയുണ്ടായി. അത് പേടിച്ചവർക്ക് അറിയാൻ പാടില്ല. പക്ഷെ അവർ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ കല്ല് മനുഷ്യന്റെ അവിശ്വാസത്തിന്റെ ഒരു പ്രതീകമാണ്. കർത്താവിനെ അടക്കം ചെയ്തു, മുദ്ര വെച്ച് കൊന്നു, കുഴിച്ചിട്ടു. ഇനൊരു കാരണവശാലും പുറത്തു വരാൻ പറ്റില്ല എന്നുള്ള മട്ടിൽ ഈ കല്ല് വെച്ച് മുദ്ര വെച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ അവിശ്വാസത്തിന്റെ വലിയൊരു പ്രതീകമാണ് ഈ കല്ല്. പക്ഷേ ഈ സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ ഈ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്താ സംഭവിച്ചത്? കർത്താവിന്റെ മാലാഖ സ്വർഗത്തിൽ നിറങ്ങി കല്ല് ഉരുട്ടി മാറ്റി അതിന്മേലിരുന്നു. ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, തുടക്കത്തിൽ തന്നെ കിട്ടും. കർത്താവിന്റെ മാലാഖ സ്വർഗത്തിൽ നിറങ്ങി കല്ല് ഉരുട്ടി മാറ്റി ആ കല്ലിലങ്ങ് കയറിയിരുന്നു. ഈ ഇത്ര വലിയ കല്ലാണ്, ഇത് ആര് ഉരുട്ടി മാറ്റും? മുദ്ര വെച്ചിരിക്കുന്നു, കാവൽക്കാരുണ്ട്. ആ പേടികളൊക്കെ അസ്ഥാനത്തായി കർത്താവിന്റെ മാലാഖ വന്നപ്പോൾ. ഇപ്പോ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും മുന്നേറ്റക്കാരനും മുണ്ടാടനും ചേർന്ന് സഭയുടെ കുർബാനയെ എറണാകുളത്ത് അടക്കം ചെയ്ത്, ഒരു കല്ലറയിൽ അടക്കം ചെയ്ത്, വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്ന് അടക്കം ചെയ്ത് മുദ്ര വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്.
അപ്പോൾ തട്ടിൽ പിതാവും പാമ്പാണി പിതാവും അതിനകത്തുണ്ട്, മുന്നേറ്റക്കാരനും മുണ്ടാടനും അതിനകത്തുണ്ട്. കർത്താവിന്റെ സഭയുടെ കുർബാന എറണാകുളത്ത് അടക്കം ചെയ്ത് കല്ലുരുട്ടി വെച്ച് സീല് വെച്ച് കാവൽക്കാർ ഏർപ്പെടുത്തിക്കുക. പുതിയ കൂരിയ കാവൽക്കാരാണ്. ഒരു കാരണവശാലും സഭയുടെ കുർബാന ചൊല്ലാതിരിക്കാൻ കൂരിയായ കാവൽ നിർത്തിയിരിക്കുക. എന്നിട്ട് അവർ സന്തോഷിക്കുകയാണ്. ഇല്ലേ, ഇതിനി ആർക്കും തുറക്കാൻ കഴിയില്ല, ഇവിടെ ഏകീകൃത കുർബാന വരില്ല, ജനാഭിമുഖ കുർബാനയെ ചൊല്ലൂ എന്നെല്ലാം പറഞ്ഞ് കല്ലിങ്ങനെ മുദ്ര വെച്ചിട്ട് ഇങ്ങനെ അർമാദിക്കുകയാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ആരാണെന്ന് കല്ല് ഉരുട്ടി മാറ്റുക എന്ന് സഭാവിശ്വാസികള് ഭക്തസ്ത്രീകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ഏകീകൃത കുർബാന നടപ്പാക്കി തരിക എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുക എന്ന് ഭക്തസ്ത്രീകൾ ചോദിക്കുന്നു. കാത്തേക്കൂ, കർത്താവിന്റെ മാലാഖ വരികയും, അത് 3-ാം നാളാണ്, അതായത് ദൈവത്തിന്റെ സമയത്ത്, കർത്താവിന്റെ ദിനത്തില്, കർത്താവിന്റെ സമയത്ത് കർത്താവിന്റെ മാലാഖ വരികയും ആ കല്ല് ഉരുട്ടി മാറ്റി കർത്താവ് വിജയം പ്രഖ്യാപിക്കുകയും ചെയ്യും. നമുക്കത് കാത്തിരിക്കാം, ആ വിജയത്തിന് കാത്തിരിക്കാം. ഞാൻ അതുവരെ കുരച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിൽ പങ്കാളികളാകാൻ നിങ്ങൾക്കാകുന്ന തരത്തിലൊക്കെ ശ്രമിക്കുക. കർത്താവിന്റെ വാക്കിലും കർത്താവിന്റെ വാഗ്ദാനത്തിലും കർത്താവിന്റെ പരിശുദ്ധ റൂഹായുടെ ശക്തിയിലും വിശ്വസിക്കുക. പ്രത്യാശ നശിക്കാതെ മുന്നോട്ട് പോവുക. കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.